റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയ കാര്യമല്ല, അതൊരു രഹസ്യവുമല്ല. യുദ്ധത്തിൽ റഷ്യ ഇറാനെ പല രീതിയിലും സഹായിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. റഷ്യ രഹസ്യ വിവരങ്ങൾ നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പല രീതികളിലും സഹായിക്കുന്നു എന്നായിരുന്നു അരാക്ചിയുടെ മറുപടി. ആ ബന്ധം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും തുടരുന്നു, ഭാവിയിലും തുടരുമെന്നാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. അതേസമയം പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദേശ ഇടപെടലുകളെ അബ്ബാസ് അരാക്ചി തള്ളി. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ഇറാൻ ദേശീയ മാധ്യമമാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് മുജ്തബ ഖമേനിയെ നേതാവായി തെരഞ്ഞെടുത്തത്. എന്നാൽ ഇറാനിലെ പുതിയ പരമോന്നത നേതാവിന് അമേരിക്കയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മധ്യപൂർവേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിച്ചതായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 400 പേരോളം കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. 83 കുട്ടികളടക്കം 394 പേരാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ തുറമുഖ നഗരമായ ബുഷ്ഹറിൽ നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുക്കുകയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ താൽപര്യപ്രകാരമല്ലാതെ അധികാരമേൽക്കുന്ന ഏത് പുതിയ നേതാവും അധികകാലം നിലനിൽക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിലവിലെ ഇറാന്റെ ആഭ്യന്തര സാഹചര്യങ്ങളിലും അധികാര കൈമാറ്റ ചർച്ചകളിലും അമേരിക്ക നേരിട്ട് ഇടപെടുമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ധാരണയിലെ എത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരാളെ മാത്രമേ ഇറാനിൽ പരമോന്നത നേതാവായി നിശ്ചയിക്കാൻ പാടുള്ളൂ എന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് തടയാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തീവ്ര ശ്രമം നടത്തുകയാണ്. നിലവിലെ എണ്ണ വിതരണത്തിലുണ്ടായ തടസ്സങ്ങൾ താൽക്കാലികമാണെന്നും വിപണി ഉടൻ പൂർവ്വസ്ഥിതിയിലാകുമെന്നും അമേരിക്കൻ ഏജൻസികൾ പറയുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ മേഖലയിലെ എണ്ണ ഉൽപാദന സംഭരണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ക്രൂഡ് ഓയിൽ വില $200 കടക്കുന്ന സാഹചര്യം നേടാനാവുമെങ്കിൽ മാത്രമേ ഇസ്രായേൽ തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത് തുടരാവൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും എന്നാൽ ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലുകൾ തങ്ങൾക്ക് ആവശ്യമില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. യുദ്ധം ഇതിനോടകം തന്നെ അമേരിക്ക ജയിച്ചു കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ഈ യുദ്ധം എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്കയിൽ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണം മൂലം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 നിലച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.